ബിജെപിയിൽ ചേർന്ന CPM മുൻ MLA എസ് രാജേന്ദ്രനെതിരെ ഭീഷണിയുമായി, ഒരു തരത്തിൽ പറഞ്ഞാൽ കൊലവിളിയുമായി എം മണി. പെൻഷൻ അടക്കം ആനുകൂല്യം പറ്റിയിട്ട് പാർട്ടിയെ വെല്ലുവിളിച്ചാൽ കൈകാര്യം ചെയ്യണം, രാജേന്ദ്രനെ തീർത്ത് കളയണമെന്നാണ് തന്റെ ഭാഷയിൽ, അംഗ്യഭാഷയിൽ എം മണി പറയുന്നത്. എന്നെ മന്ത്രിയാക്കിയില്ല എന്നും പറഞ്ഞ് ഈ പാർട്ടിയെ വെല്ലുവിളിച്ച എന്റെ കാലം ചെയ്യുന്നിട്ട് വിളിക്കുന്നു. എന്റെ അഭിപ്രായമാ, നിങ്ങളെന്താ ചെയ്യണ്ടേ? ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ട്. ചോറിന് നന്ദി കാണിക്കണം. ജീവിതകാലം മുഴുവൻ പെണ്ണുപിള്ളക്ക് രാജേന്ദ്രന് പെൻഷൻ മേടിച്ച് തിന്നാൻ ഞണ്ണ. രാജേന്ദ്രന് തറുപ്പനുണ്ടാക്കിയ മകയാണോ? അല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നൽകിയതല്ലേ? രാജേന്ദ്രൻ കത്തുപോയെന്ന രാജേന്ദ്രന്റെ ഭാര്യക്ക് പെൻഷൻ കിട്ടുകയല്ലേ? ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം വേണ്ടി ഞങ്ങളും കഴിഞ്ഞിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ ഭാഷ പറഞ്ഞാൽ ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ടുണ്ട്. ജെയിൻ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് കൈ കൊണ്ടുള്ള ഒരു ആംഗ്യമാണ്. അതെന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവും. എത്രയോ തവണ ഇതുപോലുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇത്തരം പ്രതികരണങ്ങൾ എം മണിയിൽ നിന്നുണ്ടാകുന്നു. എന്നുണ്ടായാലും അവസാനം അദ്ദേഹത്തിൻ്റെ നാട്ടുമൊഴി വഴക്കം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുകയാണ്. അപ്പോൾ എന്തൊരു സ്വാതന്ത്ര്യമാണ് ഇങ്ങനെ രാഷ്ട്രീയ വൈരം ഇങ്ങനെയൊക്കെ പറഞ്ഞു തീർക്കാൻ. ദിവിഷ, തീർച്ചയായിട്ടും എം മണി തന്റെ തനത് ഭാഷയിലുള്ള ഭീഷണിയും വിമർശനവുമായാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇതിനു മുമ്പും സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ജയിലിൽ പോകുന്നത് അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായത് സമാനമായ ചില പരാമർശങ്ങളിലൂടെയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇതുമായി താരതമ്യം ചെയ്യാവുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ടാണ്. എന്തായാലും എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് ചേർന്നിരിക്കുന്നു. ആ BJP-യിലേക്ക് അദ്ദേഹം പോയതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മൂന്നാറിൽ കടുത്ത ഭാഷയിൽ തന്നെ, ഒരു ഭീഷണിയുടെ ഭാഷയിൽ തന്നെ എം മണി പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നെങ്കിലും അന്ന് അദ്ദേഹത്തിന്റെ ഭാഷ മിതത്വം പാലിച്ചുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇതൊരു പൊതുയോഗത്തിലാണ്, മൂന്നാറിലാണ് ഈ പ്രതികരണം ഉണ്ടാകുന്നത്. അവിടെ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് എസ് രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണം എന്ന തരത്തിൽ ഒരു ആഹ്വാനം എം മണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് മാത്രമല്ല, എം മണി ഏറ്റവും ഒടുവിൽ ഈ പ്രസ്താവന നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നത് തന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊണ്ട് ഒരു ആംഗ്യം കാണിക്കുന്നുണ്ട്. അത് തീർത്ത് കളയുക എന്ന നാടൻ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആംഗ്യമാണ്. അത്തരമൊരു ആംഗ്യം കൂടി അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. എന്തായാലും രാജേന്ദ്രൻ ഇതിനു മുമ്പും തനിക്ക് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം മൂന്നാറിലെ CPM-വുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനം അത്തരത്തിലുള്ളതാണ്. അത് കൃത്യമായി അറിയാവുന്ന ഒരു ആള് രാജേന്ദ്രനാണ്. അപ്പൊ രാജേന്ദ്രൻ തനിക്ക് ഭീഷണി ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ എം മണിയുടെ ആഹ്വാനത്തോട് പാർട്ടി പ്രവർത്തകർ എങ്ങനെ പ്രതികരിക്കും എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.